ഖുർആൻ അവതരിപ്പിച്ച ഏറ്റവും കൂടുതൽ ലോകർക്ക് മനുഷ്യർക്ക് അനുഗ്രഹം വാരി വിതറുന്ന മാസമാണിത്. അത് ഇനി മുസ്ലിം ഉള്ളവർക്കാകട്ടെ, അല്ല നോമ്പുള്ളവർക്കാകട്ടെ, ഇല്ലാത്തവർക്കാകട്ടെ, മുസ്ലിമിനാവട്ടെ അമുസ്ലിമിനാവട്ടെ, എല്ലാവർക്കും പടച്ചാമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹം കൊടുക്കുക. അപ്പം നിങ്ങൾ ചോദിക്കുക എന്താ അങ്ങനെ ചിലപ്പോൾ ചിന്തിക്കാൻ വഴിയുണ്ട്. അപ്പം അത് പറഞ്ഞു തരാം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു മാസമാണിപ്പോൾ, അല്ലേ? അതേ സമയത്ത് തന്നെയാണ് നോമ്പും. എന്താ കാരണം? ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സുകൾ കമ്പോളത്തിൽ ഇറങ്ങുന്ന ഒരു മാസമാണ് റമദാൻ മാസം. അപ്പൊ ഈ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ടാക്കുന്ന ആരാ? ഞാനോ നിങ്ങളോ ആണോ? അല്ല. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കൃഷിക്കാരാണ്. അവർ പലിശക്കെടുത്തും ലോൺ എടുത്തും ഒക്കെ ധാരാളമായിട്ട് ഇങ്ങനെ കൃഷി ചെയ്തിട്ട് എല്ലാ വിഭാഗത്തിലുള്ള മനുഷ്യരും ഉണ്ട് ആ കൃഷി ചെയ്യാൻ. മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ, എല്ലാ വിഭാഗത്തിലുള്ള എല്ലാ രാജ്യത്തുള്ളവരും ഉണ്ട്. അവരെല്ലാം കഷ്ടപ്പെട്ട് ഈ പടച്ച തമ്പുരാൻ ഈ മാസത്തിൽ ഇഷ്ടം പോലെ വിളകൾ അവർക്ക് കൊടുക്കുകയാണ്. കൊടുത്തിട്ട് അവർ വിപണിയിലേക്ക് ഇറക്കുകയാണ്. അവരുടെ ദാരിദ്ര്യം പ്രശ്നങ്ങളും ഒക്കെ ഏറെക്കുറെയൊക്കെ ഇത് മാറിക്കിട്ടുകയാണ്. അപ്പൊ ഇനി വിപണിയിൽ ഇറക്കുമ്പോൾ ഇത് വിൽക്കാൻ ആൾ വേണ്ടേ? അതിന് കച്ചവടക്കാരുണ്ട്. ആ കച്ചവടക്കാരും ഇതുപോലെ പലിശക്കെടുത്തും കടം വാങ്ങിച്ചും ഒക്കെ അവരൊരു പ്രതീക്ഷയുടെ മാർഗത്തിലാണ്. അവരിറങ്ങി ഇഷ്ടം പോലെ വാങ്ങി സാധനങ്ങളിട്ട് കച്ചവടം ചെയ്യുകയാണ്. റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ അവിടെ നീളം നടന്നുമൊക്കെ ഇഷ്ടം പോലെ ഫുട്പാത്ത് കച്ചവടം, ഫ്രൂട്ട്സുകൾ എല്ലാം ഇതിനൊക്കെ കിടക്കുന്നത്. ഇതെല്ലാം കച്ചവടം ചെയ്ത് അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പരിഹരിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ മറ്റ് പൊരിപ്പുകാരാവട്ടെ, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയുന്നുണ്ട് അയാൾ. പൊരിപ്പുകാരാവട്ടെ, അല്ലാത്തവരാവട്ടെ, എല്ലാ വിഭാഗത്തിലും പലവജ്ഞനാവട്ടെ, എല്ലാ വിഭാഗത്തിലും ആൾക്കാർക്ക് ഇഷ്ടം പോലെ കച്ചവടങ്ങൾ കിട്ടി. അവരെന്ത് ചെയ്യുന്നു? ധാരാളം അവരെ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയാണ്. അതും പടച്ചാമ്പ്രാന്റെ അനുഗ്രഹമാണ്. ഇനിയിപ്പം നിങ്ങളൊന്ന് നടന്നു നോക്കിയാൽ ഓരോ പള്ളികൾ, മുസ്ലിം പള്ളികളിലൊക്കെ ഇഷ്ടം പോലെ 20, 25, 30 കിലോ അരിയുടെ കഞ്ഞി വെച്ചിട്ട് അതിങ്ങനെ വിതരണം ചെയ്യുക. നോമ്പ് പിടിച്ചവർ എത്ര പേര് കാണും? ചിലപ്പോൾ കൂടി ഇപ്പോൾ ഒരു 1, 2, 3 കിലോ അരിയുടെ കഞ്ഞി കുടിക്കാനുള്ള ആളെ നോമ്പുറയ്ക്കായിട്ട് കാണും. ബാക്കി പള്ളിയുടെ ഭാഗത്തുമുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അത് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അതാ പറഞ്ഞ അനുഗ്രഹത്തിന്റെ മാസമാണ് ഇതിപ്പം. നോമ്പ് പിടിക്കുന്ന വിശ്വാസിയായ മുസ്ലിമിനും നോമ്പ് പിടിക്കാത്തവർക്കും മൊത്തത്തിൽ പടച്ചവൻ അനുഗ്രഹം കൊടുക്കുകയാണ്. ഈ മാസത്തിന്റെ പ്രത്യേകത, റമദാന്റെ പ്രത്യേകത അതാണ്. ഇഷ്ടം പോലെ വാരിക്കോരി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നത്തിലും ബുദ്ധിമുട്ടിലൊക്കെ നിൽക്കുന്നവരൊക്കെ ഈ മാസമാകുമ്പോൾ അവരെങ്ങനെയെങ്കിലും കുറച്ച് പൈസയൊക്കെ ഒപ്പിച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കച്ചവടം ചെയ്യും അവർ. അപ്പൊ ചെയ്ത് അവരുടെ ദാരിദ്ര്യം മാറുകയാണ്. ഇനിയിപ്പോൾ പകല് മൊത്തവും പട്ടിണിയിരുന്ന് രാത്രി കഴിക്കാൻ പാടില്ല എന്ന് താങ്കളോട് ആരാ പറഞ്ഞത്? രാത്രി കഴിക്കാമല്ലോ, അവർക്ക് ആവശ്യമുള്ളത് കഴിക്കാം. അത് ഇന്നാന്നൊന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ള കഴിക്കാം, ഇഷ്ടമുള്ളിടത്തോളം കഴിക്കാം. അതൊന്നും ഇസ്ലാം ഒന്നും നിരോധിച്ചിട്ടുമില്ല. അവനവൻ്റെ ആരോഗ്യവും വയറിൻ്റെ രീതിയൊക്കെ അനുസരിച്ച് ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യും. അതൊന്നും കുഴപ്പമൊന്നും ഉള്ള കാര്യമല്ല. അവർ പിറ്റേന്നും അതേ കണക്ക് പിടിക്കുന്നുണ്ട്. രാത്രി ഉറക്കമൊഴിയുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതും ഈ പറയുന്ന കച്ചവടക്കാരും എല്ലാം സന്തോഷത്തോടെ ഉറക്കമൊഴിയുകയാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല. അപ്പം നിങ്ങളെ വാക്ക് കേട്ടാൽ തോന്നും ഒരു മുസ്ലിങ്ങൾ മാത്രം കുറേ സാധനം ഉണ്ടാക്കി കൊണ്ടുവച്ച് മുസ്ലിങ്ങൾ മാത്രം കച്ചവടം ചെയ്ത് മുസ്ലിമുകളെ മാത്രം അതിൽ നിന്ന് വാങ്ങിച്ച് തിന്ന് മുസ്ലിങ്ങൾ മാത്രം കാശുണ്ടാക്കി. അല്ല സുഹൃത്തെ, മനുഷ്യരെന്ന് പറഞ്ഞ കുലത്തിന് മൊത്തം അനുഗ്രഹീതമായിട്ടാണ് ഈ റമദാൻ മാസം എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഈ വർഗീയതയുടെ ഈ സംഭാവന വാങ്ങിച്ചുകൊണ്ടുണ്ടല്ലോ, വർഗീയതയുടെ പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് ജീവിക്കുന്ന നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവത്തില്ല. അപ്പൊ അത് മനസ്സിലാകണമെങ്കിൽ പൊതുസമൂഹത്തിലിറങ്ങി ഒന്ന് കണ്ണോടിക്കണം. നിങ്ങൾക്ക് അറിയാത്ത കാര്യമല്ല, പക്ഷെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് അറിയാമെങ്കിലും ഞാൻ മുമ്പേ സൂചിപ്പിച്ച കണക്ക് വർഗീയതയുടെ പെൻഷൻ വാങ്ങിച്ച് തിന്നുന്ന വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾക്കത് മറന്നു പറ്റും. എന്നാൽ മനസ്സിലാക്കിക്കോ, നിങ്ങളൊരു മുസ്ലിം സഹോദരൻ എന്ന് പറഞ്ഞ് നിങ്ങളൊരു അളിയനെ കൊണ്ടിരുത്തി പറയിപ്പിക്കുന്നല്ലോ. അപ്പൊ അതും കൂടെ ഒന്ന് ചേർത്ത് വായിച്ചിട്ട് മനസ്സിലാക്കിക്കോ. റമദാൻ മാസം എന്ന് വെച്ചാൽ ലോകർക്കുള്ള അനുഗ്രഹീത മാസമാണ്. അത് ഇഷ്ടമുള്ളവന് വിശ്വസിക്കാം, നോമ്പ് പിടിക്കാം. അത് പടച്ചാമ്പുരാൻ നാളെ പരലോകം എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്, ഒരു ലോകമുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണ് അതിന്റെ കണക്ക്. ഇവിടെ വെച്ചൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും, മനുഷ്യനായിട്ട് പറഞ്ഞ എല്ലാവർക്കും ഒരേ കണക്ക് വാരിക്കോരി പടച്ചാമ്പുരാൻ കൊടുക്കുകയാണ്. വിശ്വാസികളൊക്കെ നോമ്പ് ഉറപ്പിക്കും, അവരതിന്റെ കൂലി കൂട്ടും. ആ വാങ്ങിക്കുന്ന എല്ലാം നിങ്ങളെ ഒരുപക്ഷെ നിങ്ങളെ ബന്ധുക്കാർ പോലും കാണും ഇതൊക്കെ കച്ചവടം ചെയ്യാൻ. മനുഷ്യർക്ക് മൊത്തം അനുഗ്രഹമാണ്. മുസ്ലിങ്ങൾ നോമ്പ് പിടിക്കുന്ന എല്ലാ മനുഷ്യർക്കും അതിന്റെ അനുഗ്രഹങ്ങൾ വാരി വിതറുന്നു. ഇതൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ഒരുപാട് മുമ്പോട്ടിറങ്ങേണ്ടി വരും. അതിന് ആദ്യം തലേ കൂടിയിരിക്കുന്ന ക്രിസ്തങ്കി സ്വഭാവം ഉണ്ടല്ലോ, അതങ്ങ് മാറ്റിക്കളയുക. ഇനി ഒന്ന് ചോദിക്കട്ടെ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും 5ഉം 6ഉം 7ഉം
8 വയസ്സുള്ള കുട്ടികൾ പോലും സന്തോഷമാണ് അവർ നോയമ്പ് പിടിക്കാൻ. അവരെ രാവിലെ വെളുപ്പം കാലത്തെ വിളിച്ച് അവരിതിനെ പങ്കെടുപ്പിച്ചിട്ട് അവർക്ക് കരച്ചിലും ബഹളമാണ്, അവർക്ക് സന്തോഷമാണ്. എത്ര വയസ്സ്, 9ഉം 10ഉം വയസ്സുള്ള കുട്ടികൾ അവർ പിടിച്ചുകൊണ്ട് സ്കൂളിൽ പോകുന്നുണ്ട് നോമ്പ് പിടിച്ചുകൊണ്ട്. ഇടയ്ക്ക് വെച്ച് മാതാപിതാക്കൾ മക്കളെ നിങ്ങൾ പിടിക്കേണ്ട, നിങ്ങൾ കുഴപ്പമില്ല കുഴഞ്ഞു പോകുന്ന അവർ കേൾക്കില്ല, അവർ പിടിച്ചിരിക്കും, അവരാ നോമ്പ് പിടിക്കും. എന്തുകൊണ്ടാണ്? അതാണ് സന്തോഷത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗം. ഇനി നോക്കട്ടെ, നിങ്ങൾക്കൊക്കെ ഒരു ദിവസം ഒന്ന് പിടിച്ച് കാണിച്ചു തരാമോ? നിങ്ങളെയൊക്കെ വീട്ടിൽ ആംബുലൻസ് കൊണ്ടുവരേണ്ടി വരും ഒരു ദിവസം നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ. പറ്റത്തില്ല നിങ്ങൾക്കൊന്നും. കാരണം ഇത്തരത്തിലുള്ള വർഗീയത മനസ്സിലിരിക്കുന്നതുകൊണ്ട് ഇതെന്താ സംഭവം എന്ന് അറിയില്ലല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ചിന്തിച്ചു, കൊടും ചൂടാണ് കൊടുത്തേക്കുന്നത്, കൊടും ചൂട്. ഈ കൊടും ചൂടത്ത് വിശ്വാസികൾ നോമ്പ് പിടിക്കുമ്പോൾ അവർക്ക് ഒരു പ്രശ്നവുമില്ല. ക്ഷീണം ശാരീരികമായിട്ടുണ്ടാകും, സ്വാഭാവികം. പക്ഷെ അവർക്കൊരു മടിയില്ല അത് പിടിക്കാൻ. അവർക്ക് ആവേശമാണ് വീണ്ടും അടുത്ത നോമ്പ് പിടിക്കാൻ. ഈ കൊടും ചൂടത്ത് നോമ്പ് വെച്ചതുകൊണ്ട് വിശ്വാസികൾ പിടിക്കുമ്പോൾ, ബുദ്ധിമുട്ടും പ്രയാസവും അനുസരിച്ച് പിടിക്കുമ്പോൾ പടച്ചതമ്പുരാൻ അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം നാളെ പരലോകത്ത് കൊടുക്കും. ആ കൊടും ചൂട് കൊണ്ട് നിങ്ങളെപ്പോലുള്ള ലോകത്തുള്ള മനുഷ്യനെ പോലുള്ള ആളുകൾക്ക് ഗുണമാണ് ഉണ്ടാകുന്നത്. ഈ കൊടും ചൂടത്ത് നോമ്പ് വരുന്നതും വിശ്വാസികൾ അത് പിടിക്കുന്നതും അവരുടെയൊക്കെ ഇഷ്ടം പോലെ ബിസിനസ്സുകളും വ്യാപാരങ്ങളും നടക്കുകയാണ്. ലോകം മുഴുവനാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് മൊത്തവും അള്ളാഹു അനുഗ്രഹങ്ങൾ എല്ലാവർക്കും കൊടുക്കുക. പിടിക്കുന്നവന് കൂലി, അതിന് പങ്കെടുക്കുന്നവന് കൂലി, ഇനി അതിനെ സഹായിക്കുന്നവന് കൂലി, അതിന് കച്ചവടം ചെയ്യുന്നവന് കൂലി, എല്ലാവരും ദുനിയാവിൽ കൊടുക്കുന്നു, പിടിച്ചവർക്ക് നാളെ പരലോകത്ത് കൊടുക്കുന്നു. ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഒരേപോലെ എല്ലാവരും അനുഗ്രഹം പറ്റുന്ന, പടച്ചതമ്പുരാന്റെ അനുഗ്രഹം പറ്റുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ മാസം എന്ന് സക്രിയ മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെ ഒരു ചാനലും തുറന്നിരുന്നോണ്ട് എന്തിനീ വിഡ്ഢിത്തരങ്ങൾ പറയുന്നത്? ഒരു സാമാന്യപ്പെട്ട കുറച്ച് ബുദ്ധിയെങ്കിലും ഒക്കെ ഒന്ന് പ്രയോഗിക്കണ്ടേ? അതെങ്കിലല്ലേ മനുഷ്യരായിട്ട് ജീവിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ ചിന്തയില്ലാത്തവരാരാണ്? നാൽക്കാലികളാണ്. അവർക്ക് ചിന്തയില്ല, അവർക്ക് തിന്നുക, കുടിക്കുക, പോകിക്കുക, ഉറങ്ങുക, ഇത്രയേ ഉള്ളൂ, അപ്പിയിടുക, ഇതേ ഉള്ളൂ അവരുടെ ശീലം. അതുപോലെ ആകാതിരിക്കുക, അല്പം ചിന്തിക്കുക. അപ്പൊ ഈ അനുഗ്രഹീത മാസത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ മനുഷ്യർക്കും പടച്ചവൻ കൊടുത്ത് ഒരുപക്ഷെ നിങ്ങൾക്കും അത് കിട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അത് മനസ്സിലാകാത്തതാണ്. ഇനി ഈ വിഷയത്തെക്കുറിച്ച് പറയാനാണ് വന്നത്. അത് ശരിക്കും ഒന്ന് പഠിച്ച് മനസ്സിലാക്കി സമൂഹത്തിലൊക്കെ ഒരു വീക്ഷണമൊക്കെ നടത്തിയിട്ട് ഇതേണൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അതിനകത്തൊക്കെ ഗുണങ്ങൾ കാണും. പടച്ചതമ്പുരാനിന്റെ അനുഗ്രഹം എല്ലാവർക്കും കൊടുക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു.